വല്ല കഥ ഓരോരുത്തർ ഗർഭത്തുനിന്ന് ചാടിയെന്ന് പറഞ്ഞത് അതുവരെ ഇവിടെ സംഭവിക്കുന്നുണ്ടായി. ലാസ്റ്റ് കണ്ടുപിടിച്ചതാണ് ഇപ്പം ഇന്നലെ കൊണ്ടുവന്നത്. ഷെയ്ഖുന പിന്നെ ദുബൈയിൽ UAE ഏതോ ഒരു സ്ഥലത്ത് കൂടി ഷെയ്ഖുനയും അവരെ പിന്നെ ഭാര്യയും മക്കളെല്ലാം കൂടി ഇങ്ങനെ നടക്കുന്ന. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഈ കൗമിൻ്റെ ഒരു അവസ്ഥ. ഒരു വാദം കൊണ്ടുവരാൻ കഴിയാഞ്ഞിട്ട് വ്യക്തിപരമായുള്ള യാത്രകളെ വരെ ജനസമൂഹത്തിലേക്ക് പ്രചരിപ്പിച്ച് ഒരു മനസമാധാനം ഉണ്ടാകാനുള്ള ഒടുക്കത്തെ കളിങ്ങളെപ്പോലെ നശിച്ച കൗമേതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഷെയ്ഖുന അപ്പോൾ ഇവർ മനസ്സിലാക്കിയ ചില കാര്യങ്ങളുണ്ടെന്ത്. ഇവർ കുറച്ച് മൊയ്ലേമാരുണ്ടല്ലോ, അതേപോലെ തന്നെ തലീകെട്ടൊന്നും അയക്കാതെ ബെഡ്റൂമിലടക്കം തലീകെട്ട് കെട്ടിക്കെടുക്കുന്ന ആൾക്കാരാണ് ഔലിയാക്കന്മാർ മശായിഖന്മാർ എന്നാണ് ഇവർ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. ഇവർക്കെന്തും ചെയ്യാം. ഇവലിപ്പത് പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ ഫോട്ടോ. ഇവർ പറയാണ് മുഖം തുറന്നിട്ടുള്ള ഫോട്ടോ കാണാൻ പാടില്ല. ഇവൻ തന്നെയാണിത് പ്രചരിപ്പിക്കണം. അതിനൊരു കുഴപ്പമില്ല. ലോകം മുഴുവനും എത്തിക്കുകയാണ്. അവിടെ ഒരു മസാലയില്ല. അവനവൻ എന്തും ചെയ്യാലോ. എന്നിട്ട് ഇതാണ് ഇപ്പോൾ ഇന്നലെയും മിനിയാന്നൊക്കെ ആയിട്ട് ഫുള്ള് ഫോണിലേക്ക്. രണ്ട് കാര്യം ഞാൻ അവിടെ വ്യക്തമായിട്ട് പറയാണ്. ഒന്ന്, നിങ്ങളെ ഏതെങ്കിലും മൊയ്ലിയാക്കന്മാരെ പോലെ ഒരിക്കലും കാണണ്ട ആരെ? മഹാനരായ ഷെയ്ഖുനയെ, ഞങ്ങളെ മശായിഖന്മാരെ. ഞങ്ങൾ അവരെ കൂടെ കൂടിയത് അവരെ തലപ്പാവ് കണ്ടിട്ടല്ല എന്ന് മനസ്സിലാക്കിക്കോളി. അവർ തലപ്പാവ്, അതല്ലേ അവരുടെ ആ സംഭവം. അവരെല്ലാം ഉണ്ടാകും. സ്വഹാബത്ത് പറഞ്ഞില്ലേ, ഹബീബായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർഭത്തിനനുസരിച്ചല്ലേ ഹബീബായ തങ്ങള് ഉഹദിലേക്ക് വന്നപ്പോൾ ആ മക്കം ഫത്തിൽ അന്ന് നല്ല കറുത്ത തലപ്പാവ് കെട്ടിയിട്ടാണ് വന്നത്. ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുടിയൊക്കെ വാർന്നിട്ട് ഉഷാറായിട്ട് ഇങ്ങനെ വരും. അതതിൻ്റെ രൂപത്തിൽ വരും. അതൊക്കെ ഇമാമിങ്ങൾ എങ്ങനെയാണ്? അബൂ ഹനീഫ തങ്ങൾ കച്ചവടത്തിന് പോകുമ്പോൾ തലയെക്കെട്ടൊക്കെ അയച്ചു വെച്ച് വേറൊരു വേഷത്തിലാണ് പോവുക. കാരണം അത് അതിൻ്റെതായ രൂപത്തിലാണ്. ഇതുപോലെ മശായിഖൻ, ഇപ്പം മടവൂര് ഷെയ്ഖുന, നിങ്ങൾ ഉറൂസ് നടത്തുന്നില്ലേ ഷെയ്ഖുന, ആ ഷെയ്ഖുന ഏതെല്ലാം രൂപത്തിൽ നടന്നിട്ടുണ്ട് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാളി. അപ്പം നിങ്ങളിങ്ങനെ മനക്കോട്ടുണ്ടല്ലോ, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നടക്കുന്ന പോലെ, പേരോടത്തുൽ ഇമാം മൗലവി നടക്കുന്ന പോലെ, ഞങ്ങളുടെ അസ്ഹാബുൽ വഖ്തുകളായ മശായിഖന്മാരും എല്ലാ സമയത്തും വെള്ള ജുബ്ബയിട്ട് തലപ്പാവ് ധരിച്ച് മൊയിലേരായി നടക്കണം എന്നുള്ളത് അത് ലോകത്ത് നടക്കാൻ പോണല്ലോ കൂട്ടരെ. ഒരു 10,000 കോടി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ വന്നാലും ഞങ്ങളെ മശായിഖന്മാരെ രോമമാവാൻ കഴിയില്ല. മനസ്സിലായോ നിങ്ങൾക്ക്? എന്നിട്ടല്ലേ നിങ്ങൾ അവരെ അളക്കാൻ? അവർക്ക് ഇഷ്ടമുള്ള വേഷത്തിൽ അവർ നടക്കും. നിങ്ങളാരാ ചോദിക്കാൻ? നിങ്ങളെ ഊരമ്മല ഓല് നിങ്ങൾ വരെ പുറത്താക്കിയെന്നല്ലേ പറഞ്ഞു. നിങ്ങൾ വേറെ വഴി നോക്കിക്കോളി. ഓൽക്ക് ഇഷ്ടമുള്ള വേഷത്തിൽ നടക്കും. അവരേത് വേഷത്തിൽ നടന്നാലും ഞങ്ങൾക്ക് അവരെ ഏറ്റവും ഇഷ്ടമാണ്. മനസ്സിലായ നിങ്ങൾക്ക്? ഞങ്ങളെ പിന്തിരിപ്പിക്കാനല്ലേ നിങ്ങൾ ഈ പണി നോക്കണേ. നിങ്ങൾ വേറെ ജന്മം ജനിച്ചിട്ട് വേണ്ടിവരും. എന്നിട്ട് ഇങ്ങനെ പറയാ, എന്താ തലപ്പാവ് ധരിക്കാത്തത്? എൻ്റെ പിന്നെ ഭരണത്തിലല്ലേ ഓല നടത്തം. ഓല് നിർദ്ദേശത്തിൽ നടക്കുന്നവരാ. അത് അവിടെ സൂക്കിൽ പോകുമ്പോൾ ഏത് വേഷത്തിൽ വേണമെന്ന് ഓൽക്കറിയാം. അത് തല തുറന്നിട്ട് ചിലപ്പോൾ നടക്കും. തലപ്പാവ് കെട്ടിയിട്ട് ആ കഴിഞ്ഞ് വഴുതിന് വരും. അതൊക്കെ ഓല ഇഷ്ടല്ലേ. നിങ്ങൾക്ക് പറ്റില്ല മാറി നാളിയും ഞങ്ങളില്ലേ കൂടെ. നിങ്ങൾക്ക് എന്താ അത് മനസ്സിലാക്കാത്തത്? അപ്പം അവിടെ നിങ്ങൾക്ക് ഒരു ചുക്കും പറയാനല്ല. അവരുടെ വേഷത്തിൽ ഒരു മൊയിലേറി എന്നുള്ള ഗണത്തിൽ നിങ്ങൾ ഓരോ കൂട്ടേ വേണ്ട. ഈ ഒരു മൊയിലേരായാൽ തന്നെ ബെഡ്റൂമിലൊക്കെ ഇപ്പോൾ നമുക്ക് തലകെട്ട് കെട്ടി നിൽക്കാൻ പറ്റുമോ? എല്ലാ നേരത്തും ഇങ്ങനത്തും കെട്ടി നിൽക്കുക. അതിനൊക്കൊരു നേരല്ലേ. നിങ്ങളെ ഈ പറഞ്ഞ നേരത്തെ ഹുസൈൻ മൗലവി അയാൾ പിന്നെ ഇങ്ങോട്ട് പോയാൽ ഫാനും കുപ്പായിട്ടല്ലേ അഡ്വക്കറ്റായി പോണ്. അവിടെ താൻ കുഴപ്പമില്ലേ? അത് പറ്റുമെന്ന് അവരുണ്ട്. അപ്പം അതൊന്നും പറയാനൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ആകെ പ്രശ്നമുള്ളത് എന്താ? കൂടെ ഉള്ളത് ആരാ? കൂടെ ഉള്ളത് സൗജത്താണ്, ഭാര്യയാണ്. മക്കളെ, നിങ്ങളെ ഫോട്ടോത്തിലൊക്കെ കൂടെ ഉള്ളത് വേറെ പെണ്ണ. അതാ വ്യത്യാസം. നിങ്ങൾ ഞങ്ങൾ നാൾ കാണിച്ചെന്ന ഫോട്ടോ അല്ലേ, അതിലൊരൊറ്റൊന്നും ഭാര്യയല്ല. ഇനി വേറെ അതിനെ ഭാര്യ ആക്കിയെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അവിടെയാണ് വ്യത്യാസം. ഇത് ഭാര്യ നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ അല്ലേ? പിന്നെ മുഖം തുറന്നിട്ടിട്ടാണ് എന്നുള്ളതാണല്ലോ ഒരു പ്രശ്നം. അത് കുഴപ്പമൊന്നുമില്ല. തൊഹ്ഫൊക്കെ നന്നായിട്ടൊന്ന് ഓതിയാൽ മതി. മനസ്സിലായില്ലേ? തൊഹ്ഫിൻ നിഹായൊക്കെ ഒന്ന് മനസ്സ് വെച്ച് ഓതിയാൽ തീരുന്നതേ ഉള്ളത്. ഞങ്ങളൊക്കെ മുഖം മറച്ചിട്ട് പോകണമെന്ന് പഠിപ്പിക്കണോലും അങ്ങനെ ചെയ്യണോലുമാണ്. അതിലൊന്നും തർക്കമൊന്നുമില്ല.
ശൈഖുനാൻ്റെ ഓരോക്കെ അങ്ങനെ തന്നെ. ഒരു സമയത്ത് നമുക്ക് അങ്ങാടിയിൽ നിന്ന് ഒരു സാധനം വാങ്ങണം. വണ്ടിയിൽ നമ്മളിങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് ഒരാൾ അത് പോയി ആ സാധനം വാങ്ങുകയാണ്. അപ്പോഴേക്ക് നിങ്ങൾ ബാക്കിൽ നിന്ന് ഫോട്ടോ എടുത്ത് മുഖം തുറന്നിട്ടു എന്ന് പറഞ്ഞ് അത് ദീനിനെതിരാണെന്ന് പറയാനുള്ള ഒരു വകുപ്പും നിങ്ങൾക്കില്ല കൂട്ടരെ. വകുപ്പ് ഉണ്ടാകണമെങ്കിൽ ഫിഖ്ഹിൽ അതിന് വകുപ്പ് വേണം. എന്താ അതിൻ്റെ കർമ്മശാസ്ത്രം? തഹ്ഫമറിക്ക് വായിക്ക്, എന്നിട്ട് നമുക്കതിനെക്കുറിച്ച് പറയാം. ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞേക്കാം, ശൈഖുനാന്റെ ഭാഗത്ത് നിന്ന് ഒരു വാദം നിങ്ങൾക്ക് കിട്ടിയില്ല, ഒരു സംഭവം കിട്ടിയില്ല. ഇനി ഞങ്ങളുടെ അസ്ഹാബുൽ വഖ്തുകളായ മശായിഖന്മാർ അവരുടെ ഏതെങ്കിലും ഒരു സംഭവങ്ങളെ ഫിഖ്ഹിനെങ്കിലും എതിരാണെന്ന് തെളിയിക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു ആൺകുട്ടി ഈ ഭൂമി ലോകത്ത് ജനിച്ചിട്ടുണ്ട് എന്ന് തന്നെ നിങ്ങൾ കരുതണ്ട. അങ്ങനല്ല. അങ്ങനെ വന്നാൽ അതിനെ കിതാബ് കൊണ്ട് നേരിടാനാണ് അള്ളാഹു ഞങ്ങളെ സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മറിക്ക് തുഹ്ഫ നിർവായിക്ക് പെണ്ണിനെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് തുഹ്ഫയുടെ ഒറ്റ ഇബാറത്ത്. ഇതൊക്കെ നിങ്ങളെ പഠിപ്പിക്കാൻ പോവല്ലേ? നിങ്ങൾ ശൈഖുനാനെ പഠിപ്പിച്ചാൽ വന്ന നിങ്ങളെ കഥ നമ്മൾ തീർക്കൂലേ? ആദർശപരമായിട്ട് മഹാ പറയാണ് കേട്ടോ. നഖുലുൽ മുസന്നിഫി അൻ ഇയാദ് അൽ ഇജ്മാ അലാ അന്നഹു ലാ യൽസമുഹാ ഫീ ത്വരീഖിഹാ സത്റു വജ്ഹിഹാ. അർത്ഥം വെച്ചോളി. തുഹ്ഫയാണ്. പെണ്ണ് അവൾ ഒരു വഴിയിലൂടെ പോകുന്നുണ്ടെങ്കിൽ അവൾക്ക് മുഖം മറക്കൽ നിർബന്ധമില്ല. പിന്നെയോ പുരുഷന് നിർബന്ധമാണ് അവരെ നോക്കാതിരിക്കൽ. അതാണ് ഇബ്നു ഹജർ റാജിഹാക്കിയത് തുഹ്ഫ. കഴിഞ്ഞോ? ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കണില്ലേ? നിങ്ങളെ ഫക്കീഹിനെ ഞാൻ കൊണ്ടുവരാൻ പോവാണ്. ഇതൊക്കെ ക്ലിപ്പുണ്ട്. നിങ്ങളൊരൊറ്റൊന്നും ഞങ്ങൾ വിടാൻ പോകണില്ല. മസല തുഹ്ഫി തന്നെ വായിപ്പിച്ചു തരും. നിങ്ങൾക്ക് തുഹ്ഫൊക്കെ ഒന്ന് പഠിപ്പിച്ചു. വലിയ ഫക്കീഹ് ഉണ്ടല്ലോ, ചെറുശോലക്കാരൻ, അയാളെന്നെ കൊണ്ടുവരും. അയാളുടെ പ്രസംഗത്തിൽ അതാ പറയുന്നത്, സ്ത്രീകൾ മുഖം മറക്കണോ വേണ്ടേ എന്നതിൽ രണ്ട് പക്ഷമുണ്ട്. ഒന്ന് റംലി ഇമാമിൻ്റെ പക്ഷമാണ്, മൂപ്പര് നിർബന്ധമാണെന്നാണ് പറയുന്നത്. ഓക്കെ. അതേ സമയത്ത് ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി തുഹ്ഫയിൽ പറയുന്നത് അവർക്കത് നിർബന്ധമില്ല എന്നതാണ്. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഇതൊന്നൊന്നര ശവ്വാലാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇരട്ട് തന്നിട്ട് നിങ്ങളെ പൂട്ടണ ശവ്വാല, നിങ്ങളെ അവസാനത്തെ ആണിയും അടിച്ച് പൂട്ടുന്ന ശവ്വാലാണിത്. നിങ്ങൾ വിചാരിച്ച് ഇങ്ങോട്ട് തുള്ളി വന്നാൽ ഞങ്ങൾ എന്തോ ബേജാറായി കുന്തിരിടുത്ത് ഓടും. ഇത് ഞങ്ങളുടെ ഡ്രൈവർ ഉഷാറാന്ന് അന്നേ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങളൊരായിരം ഉഷാവറായിട്ട് വരി, തൊഴപ്പെടുത്ത് ഞങ്ങൾ ഒരൊറ്റൊന്ന് മതി, മുഴുവനും ഉത്തരമുട്ടേണ്ടി വരും. ഇതൊക്കെ മസലങ്ങൾ പറയും. ജലീൽ സഖാഫി പറയട്ടെ, ഇബ്നു ഹജറും റംലിയും ഈ വിഷയത്തിലുള്ള നിലപാട് പറഞ്ഞു കൊടുക്കും. ഒഴിവാക്കിയിട്ട് ബാക്കിയെല്ലാം മറക്കണം. ചിലര് ഒരു കണ്ണിന്റെ ഗ്യാപ്പേ ഒഴിവാക്കിയിടാൻ പറ്റും, മുഴുവനും മറക്കണം എന്ന് പറഞ്ഞവരുണ്ട്. ഇമാം റംലി റളിയല്ലാഹു അൻഹു എഴുതി വെക്കുന്ന അന്യപുരുഷന്മാര് കാണാൻ ഇടയുള്ള സ്ഥലത്തേക്ക് പെണ്ണ് ഇറങ്ങുമ്പോൾ മുഖം മറക്കൽ നിർബന്ധമാണ്. മുഖം മറക്കാതെ ഒരു പുറത്തിറങ്ങൽ ഹറാമാണ്, മറക്കൽ നിർബന്ധമാണ്. റംലി ഇമാം. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ എഴുതി, അടിസ്ഥാനപരമായി പെണ്ണ് പുറത്തിറങ്ങുമ്പോൾ മുഖം മറക്കൽ സുന്നത്ത് ആണ്, നിർബന്ധമില്ല. മുഖം മറക്കാതെ പുറത്തിറങ്ങൽ ഹറാമില്ല, അത് കറാഹത്താണ്. പക്ഷെ ഇത് എഴുതിയിട്ട് ഇബ്നു ഹജർ തങ്ങൾ പിന്നീട് എഴുതി, അങ്ങനെ ഇറങ്ങിയാൽ ഒരു അന്യപുരുഷൻ ബോധപൂർവം ഹറാമായ കോലത്തിൽ തന്റെ മുഖത്തേക്ക് നോക്കുന്നു എന്നുറപ്പായാൽ ആ ഹറാമിന് സഹായിച്ച കുറ്റം വരാതിരിക്കാൻ വേണ്ടി അപ്പോൾ മുഖം മറക്കൽ നിർബന്ധമായി വരും. അതാ പണ്ടത്തന്മാര് ചെയ്യണുണ്ടല്ലോ. നിങ്ങൾ ഒരിങ്ങനെ കൊടിയും കൂടി പോകുമ്പോൾ ഏതെങ്കിലും ഒരാണ് കാണുമെന്ന് ഉറപ്പാവില്ലപ്പെടാ നേരെ മുന്നിൽ വന്ന് സംസാരിക്കുമ്പോൾ അപ്പം ആ മുണ്ടോണ്ട് നോക്കണം, മുഖം മറച്ചിട്ട് സംസാരിക്കും. അതാ ഇബ്നു ഹജർ പറഞ്ഞ് ഉറപ്പായാൽ ഒന്ന് മറച്ചേക്ക്, അത് ഒന്ന് തിരിഞ്ഞെന്നാലും മതി, അപ്പൊന്ന് തിരിഞ്ഞെന്നാലും മതി. തുടരട്ടെ ഫക്കീഹന്നെ. നിങ്ങളെ കഥ നിങ്ങൾ തീർത്തരാ. ബാക്കി ആ വാക്ക് കൃത്യമായിട്ട് കേൾക്കണം. ഒന്ന് തിരിഞ്ഞെന്നാ തന്നെ മതി, പറയും. തിരിഞ്ഞിക്കലെങ്കിലും അതിനുള്ള സൗകര്യം ഒഴിവാക്കി കൊടുക്കലെങ്കിലും നിർബന്ധമാണ്. അടിസ്ഥാനപരമായി പെണ്ണ് പുറത്തിറങ്ങുമ്പോൾ മുഖം മറക്കൽ നിർബന്ധമാണെന്നും അഭിപ്രായമുണ്ട്, സുന്നത്താണെന്നും അഭിപ്രായമുണ്ട്. ഏതായാലും മുഖം അല്ലാത്ത സ്ഥലം ഏതായാലും മറച്ചേ പറ്റും, അതിലിഞ്ഞളവില്ല. ഐക്യഖിലാഫൊന്നുമില്ല. ബാക്കിയുള്ളതൊക്കെ മറക്കണം. കാലടക്കം മറക്കണം, കാലടക്കം. ചില പെണ്ണുകളുടെ മുഖമൊക്കെ മറച്ചിട്ടുണ്ടാവും, കാലുമ ഷോക്സ് ഒന്നും ഇടാതെ അങ്ങനെ കാണിച്ചിടക്കുണ്ടാവും. അതല്ല ശരി, കാല് മറക്കണം എന്നുള്ളതിൽ തർക്കമില്ല. ആ മുഖത്തേക്കല്ല ആൾക്കാർ നോക്കാൻ. മുഖം പിന്നെ ഓൾക്ക് പുറത്തിറങ്ങേണ്ട, ആൾക്ക് വയ്യ കാണണ്ടേ എന്നുള്ള ഇതിലാണ് അതിന്റെ കളവ് വരുന്നത്. എങ്ങനെയുണ്ട്?
കഴിഞ്ഞിട്ടില്ല, ഒന്നും കൂടി കേട്ടോളി. അയാൾ എന്നല്ല, ഇതൊക്കെ ഉള്ളത് നിങ്ങൾ പറഞ്ഞു വെച്ചതാണ്. നിങ്ങൾ ഓരോന്ന് തുടങ്ങി കൊടുങ്ങനാണ്. ബാക്കിയും കൂടി വെക്ക്. ഇരിഞ്ഞളവില്ല, ഐക്യഖിലാഫൊന്നുമില്ല. ബാക്കിയുള്ളതൊക്കെ മറക്കണം. കാലടക്കം മറക്കണം. കാലടക്കം. ചില പെണ്ണുങ്ങളുടെ മുഖമൊക്കെ മറച്ചിട്ടുണ്ടാവും. കാലുമ ഷോപ്സ് ഒന്നും ഇടാതെ അങ്ങനെ കാണിച്ചിടക്കുണ്ടാവും. അതല്ല ശരി. കാല് മറക്കണം എന്നുള്ളൊരു തർക്കമല്ല. ആ മുഖത്തേക്കല്ല ആൾക്കാർ നോക്കാൻ. മുഖം പിന്നെ ഓൾക്ക് പുറത്തിറങ്ങേണ്ട, ആൾക്ക് വയ്യ കാണണ്ട എന്നുള്ള ഇതിലാണ് അതിൻ്റെ കളവ് വരുന്നത്. കാല് ഏതാനും മറക്കൽ നിർബന്ധം, അതിൽ തർക്കമല്ല എന്നാണ്. പെണ്ണ് പുറത്തിറങ്ങുമ്പോൾ ഷോക്സ് ഇടൽ നിർബന്ധം, എന്നാൽ കാല് മറക്കൽ നിർബന്ധമാണ്. കാല് മറക്കാതിരുന്ന ഒന്നുകൂടി ഇല്ല അതിൽ അത് കഴിഞ്ഞോ? വിശാലമായിണ്ട്, ഒക്കെ യൂട്യൂബിലുണ്ട്. നിങ്ങളെ ഒരു നിലക്കും ഇത് വിടാൻ പോകുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദീനിനെതിരാണ് എന്ന് നിങ്ങൾ തെളിയിക്കാൻ വന്നാൽ നിങ്ങളെ കൊണ്ട് തന്നെ മറുപടി. നിങ്ങൾ ഇനി തീരുമാനാക്കി കാളി. അയാൾ നിങ്ങളെ മുഷാവറ മെമ്പറല്ലേ, മർക്കസിലെ ഉസ്താദല്ലേ, കഴിഞ്ഞു. ഇനി അതിൽ ബാക്കി നമുക്ക് അടുത്തിനിടാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി നിങ്ങൾ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബോംബും പൊട്ടിയില്ലേ, ഒന്നുമല്ലാതായില്ലേ? നിങ്ങൾ തമ്മിൽ തീരുമാനം എടുക്കുക നിങ്ങൾ. അപ്പം നമ്മൾ പറയുന്ന മറച്ച് പോകണം എന്നൊക്കെ തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ എവിടെയെങ്കിലും ഒന്ന് പോകേണ്ടി വരുമ്പോഴേക്ക് അത് ശരീഅത്തിനെതിരാണ് എന്നൊന്നും പറഞ്ഞ് ആരും വരണ്ട. അത് മര്യാദക്ക് തുഹ്ഫ ഓതി പഠിക്കുന്ന സമയത്ത് കോട്ടി കളിക്കാൻ പോയിൻ്റെ പ്രതിഫലമാണ്. അപ്പോൾ ഓതി പഠിക്കുക തന്നെ വേണം. അന്ന് പിരിവിന് പോയി ഉണ്ടാവും. പിന്നെ എങ്ങനെ ഈ ക്ലാസ് കേൾക്കുമോ? ബാവുസ്താദിൻ്റെ അടുത്തുനിന്ന് ഞാൻ തുഹ്ഫ ഓതി വൈലത്തൂര്. അന്നൊക്കെ നല്ല ചർച്ച നടന്നതാണ്. തുഹ്ഫയുടെ ആ പറഞ്ഞ വാക്കിനൊക്കെ മുമ്പ് ഉയർത്തി പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. പഴയ കാലത്തൊക്കെ അങ്ങനെ ആയിരുന്നുവെന്നും ഇതുവരാണ് തുടങ്ങിയതെന്നൊക്കെ അന്ന് ഉസ്താദ് വിശദീകരിച്ച് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അയ്യാതെ ഒന്നും വരണ്ട.